അങ്ങനെ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള UDF സ്ഥാനാർത്ഥിയെ PV അൻവർ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റാരുമല്ല, കോൺഗ്രസ് മലപ്പുറം ജില്ലാ അധ്യക്ഷൻ VS ജോയ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അതിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ, നിയമസഭാ തെരഞ്ഞെടുപ്പോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പോ എന്തോ ആകട്ടെ, ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ആഭ്യന്തര സമിതികളിൽ കൂട്ടായി ആലോചിച്ച് ചർച്ച ചെയ്ത് അതത് മുന്നണികളിലെ ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ച് അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലുള്ള പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെയും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ അഭിപ്രായം തേടുകയും ചെയ്യും. ഇതിനെല്ലാം ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഒരു പാർട്ടിയും ഇക്കാര്യത്തിൽ തങ്ങളുടെ പാർട്ടിയുമായി അല്ലെങ്കിൽ മുന്നണിയുമായി ബന്ധമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾക്ക് കാതുകൊടുക്കാറില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ സാമുദായിക മത നേതാക്കളുടെ ആവശ്യം കൂടി പരിഗണിച്ചേക്കാം. പക്ഷേ അപ്പോഴും അതൊക്കെ ഒരു പരിധിക്കപ്പുറം പോകാറില്ല. പക്ഷേ നിലമ്പൂരിൽ പതിവ് രീതികളെല്ലാം മാറുകയാണ്. നിലമ്പൂർ ഇപ്പോഴും പഴയ നിലമ്പൂർ തന്നെയാണെങ്കിലും കോൺഗ്രസ് പഴയ കോൺഗ്രസ് ഒന്നുമല്ല. പണ്ടൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നത് തന്നെ ഒരു ഭഗീരഥ പ്രയത്നമാണ്. ആദ്യം ഗ്രൂപ്പുകളുടെ അഭിപ്രായം തേടും. ഓരോ ഗ്രൂപ്പും തങ്ങളുടെ നേതാക്കളുടെ പേര് മുന്നോട്ട് വയ്ക്കും. അത് KPCC ചർച്ച ചെയ്യും. പിന്നെ UDF നേതാക്കൾ ചർച്ച ചെയ്യും. ലീഗുമായി പ്രത്യേക ചർച്ച നടക്കും. സാമുദായിക സമവാക്യങ്ങൾ വള്ളിപുള്ളി വിടാതെ നോക്കും. ഇതെല്ലാം കഴിഞ്ഞ് ലിസ്റ്റ് അങ്ങ് ഹൈക്കമാൻഡിലേക്ക് പറത്തിവിടും. പിന്നെ അവിടെ നിന്നുള്ള അവസാന വെട്ടിത്തിരുത്തൽ കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും പ്രഖ്യാപനം. സാധാരണ ഈ നടപടിക്രമമെല്ലാം കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് മിക്കവാറും ഇലക്ഷന് ഒരാഴ്ച മുൻപെങ്ങാനും ആയിരിക്കും. ഇനി പ്രഖ്യാപനം വന്നാൽ തന്നെ അതിലും വലിയ ഇടങ്ങേറാണ്. സീറ്റ് കിട്ടാത്തവരുടെ വക നിലവിളി, തെറിവിളി, നിരാഹാരം, മുടിമുറിക്കൽ, മീശ വടിക്കൽ എന്ന് വേണ്ട സകലമാന കലാപരിപാടികളും അരങ്ങേറും. പിന്നെ അടുത്ത ഘട്ടത്തിലാണ് വോട്ട് മറിക്കൽ, വോട്ട് മാറ്റിക്കുത്തൽ, അങ്ങനെ വിനോദങ്ങൾ. അങ്ങനെ ഏറ്റവും ഒടുവിൽ സ്വന്തം സ്ഥാനാർത്ഥി തോറ്റു എന്നറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ടല്ലോ, അതാണ് സുഹൃത്തുക്കളെ ഓരോ കോൺഗ്രസ്സുകാരനെയും കോൺഗ്രസ്സുകാരനാക്കുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് നിലമ്പൂരിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡോ KPCCയോ എന്തിന് DCCയോ പോലും തീരുമാനിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു. ആര്? PV അൻവർ. ആരാണ് ഈ അൻവർ? കോൺഗ്രസ് നേതാവാണോ? അല്ല. മുസ്ലിം ലീഗ് നേതാവാണോ? അല്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ നേതാവാണോ? അതുമല്ല. ഒരു മുന്നണിയിലും ഇല്ലാത്ത തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ഇനി ജോയിയെ സ്ഥാനാർത്ഥിയായി അൻവർ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അടുത്ത മലപ്പുറം DCC പ്രസിഡന്റിനെയും അൻവർ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവിനെ ഏതായാലും ഉടൻ മാറ്റാൻ സാധ്യതയില്ലാത്തതിനാൽ ആ സതീശൻ രക്ഷപ്പെട്ടു. ഏതായാലും അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഒന്നുകിൽ ജോയ് അല്ലെങ്കിൽ ഷൗക്കത്ത് എന്ന രീതിയിലായിരുന്നു ഇതുവരെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. പക്ഷേ ഇവിടെയും പ്രശ്നം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ജോയ് മത്സരിച്ചാൽ ഷൗക്കത്ത് കാലുവാരും, ഷൗക്കത്ത് മത്സരിച്ചാൽ ജോയ് കാലുവാരും. ഇനി രണ്ടുപേരെയും ഒഴിവാക്കി മൂന്നാമതൊരാളെ നിർത്താമെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ചേർന്ന് കാലുവാരും. ഇതാണ് നിലമ്പൂർ കോൺഗ്രസിന്റെ അവസ്ഥ. ഏതായാലും PV അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും പണി എന്താണെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാകാത്തത്.